ഫ്രീ ഓഫ് കോസ്റ്റിൽ ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുത്താൽ, അല്ലെ വെറും ഒരു 500 രൂപ വാങ്ങിയിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫീസ് വാങ്ങി 50,000 60,000 ഫീസ് വാങ്ങി പഠിപ്പിക്കുന്നവരെക്കാട്ടിയും കൂടുതൽ പൈസ ഉണ്ടാക്കാം. എങ്ങനെയാണെന്നറിയോ? ഇപ്പം നടക്കുന്ന ഒരു സ്കാമാണിത്. അപ്പോൾ അധികാളും പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, 10 രൂപക്ക് പഠിപ്പിക്കുന്നുണ്ട് ഒക്കെ. അപ്പൊ ഇവർക്ക് എന്താ ലാഭം? പുണ്യം കിട്ടുമായിരിക്കും. പുണ്യം കൊടുത്ത റേഷൻ കാർഡിൽ നിന്ന് അരി കിട്ടൂലല്ലോ. ഇവരൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ബ്രോക്കറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതും പഠിക്കുന്നവർ തന്നെ. പഠിക്കുന്നവർ ട്രേഡ് ചെയ്യുമ്പോൾ ലോസ് ആവുന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നീന്തൽ പഠിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാണ്ട് ആരെങ്കിലും നീന്തൽ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു പൈസ അടിച്ചു പോകും അല്ലെ? സ്വാഭാവികമായിട്ട് നമ്മൾ ഇടുന്ന ഒരു പൈസ നേരെ ബ്രോക്കർ അക്കൗണ്ടിൽ പോയി ബ്രോക്കർ അക്കൗണ്ടിൽ നിന്ന് പിന്നെ എക്സ്ചേഞ്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന സ്പ്രെഡ്, അതായത് ഒരു $1000 ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ $1000 ചിലപ്പോൾ ഒരു $10 കൂടി വന്നാൽ പോട്ടെ, ഒരു $50-100 മാത്രമേ ബ്രോക്കർക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ ട്രേഡിംഗ് അറിയാത്തൊരു വ്യക്തി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% ആ $1000 പോകുമെന്ന് അവർക്ക് അറിയാം. അപ്പൊ അവരത് കണക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ബി ബുക്ക് ബ്രോക്കർ എന്ന് പറയുന്നത്. അപ്പോ എന്തായി $1000 അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ വെച്ചാല് ഈ ഒരു പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരെ അറിയില്ലായ്മ കൊണ്ട് പറ്റിപ്പോകുന്നതാണ് ഈ ലോസ് എന്നുള്ള രീതിയിൽ നോക്കും. പക്ഷേങ്കിൽ ഈ $1000 ബ്രോക്കർക്ക് തന്നെ കിട്ടി, അതിന്റെ പകുതി ഒരു $500 ഇയാൾക്ക് ഈ കോഴ്സ് കൊടുക്കുന്ന ആൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? എന്തായി? അപ്പൊ ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുത്തു ആയി, നല്ലൊരാളായി. പക്ഷെ എന്തായി? ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പൈസ കിട്ടി. അപ്പൊ നമ്മളിവിടെ പറയുന്ന കാര്യം, നമ്മളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറയുന്നത് ദയവായിട്ട് നിങ്ങൾ പൈസ ഇട്ട് ട്രേഡ് ചെയ്യരുത്, ഡെമോയിൽ തന്നെ ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് ഒന്ന് ഓക്കെ ആയി നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മൾ $100 പോലും ഇടാൻ വേണ്ടി പാടുള്ളൂ. അതും സേഫ് ട്രേഡ് മാത്രമേ എന്നാൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ്.